Good morning, dear students. How are you all? So today we are going to discuss some revision questions based on chapter 2, that is acids, bases and salts. Okay. So I know that we have done with our portions and I hope that everyone is doing and studying well. So we will discuss some of the questions regarding that chapter. Okay. So first question is, name the acids present in the following. Okay, first one is tomato. Do you know what is the acid present in tomato? Yes, it is oxalic acid. Oxalic acid. The next compound is vinegar. What is the acid present in vinegar? It is acetic acid. Acetic acid. And next compound is tamarind. Tamarind എന്ന് വെച്ചാൽ എന്താണ്? പുളി. പുളിക്കകത്തുള്ള ആസിഡ് എന്താണ്? ടാർട്ടാറിക് ആസിഡ്. ആ പുളിരസം നൽകുന്നത് തന്നെ ഈ ആസിഡ് ആണ്. ഓക്കെ, ടാർട്ടാറിക് ആസിഡ്. നൗ ഇങ്ങനെ നമുക്ക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ കമ്പോണൻസ് തന്നിട്ട് നമുക്ക് അതിനകത്തുള്ള ഏത് ആസിഡാണ് പ്രസന്റ് ആയിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് 15 ml of water, 15 ml of water and 10 ml of sulfuric acid. 10 ml of sulfuric acid are to be mixed in a beaker. നമ്മളൊരു ബീക്കർ എടുക്കുക, ബീക്കറിനകത്ത് 15 ml of water and 10 ml of sulfuric acid is to be mixed. Okay, അത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്യണം. So the question here is, state the method that should be followed with reason. Okay, നമ്മൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? First you have to add acid into water. വാട്ടർ എടുത്ത് ആസിഡ് ഒഴിക്കാമോ? പറ്റത്തില്ല. ഒരിക്കലും നമ്മൾ വാട്ടർ എടുത്ത് ആസിഡിനകത്തോട്ട് ഒഴിക്കരുത്. ഇൻസ്റ്റെഡ് യു ഹാവ് ടു pour acid into water. Okay, acid to water. Acid should be added to water. Acid നമ്മൾ വാട്ടറിലേക്ക് ഒഴിക്കുക. ഓക്കെ, എങ്ങനെയാണ് ഒഴിക്കേണ്ടത്? Drop wise. You have to add acid drop by drop with constant stirring. Okay, you have to stir it continuously. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്താൽ മാത്രമേ ഇത് യൂണിഫോം ആയിട്ട് മിക്സ് ആവത്തുള്ളൂ. നമ്മൾ ഒഴിക്കുന്ന ആസിഡ് വാട്ടറിനകത്ത് യൂണിഫോം എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ട് എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആവണമെങ്കിൽ യു ഹാവ് ടു pour it drop wise with constant stirring. Okay, so acid is added to water with constant stirring. Why is constant stirring to be done? Because the reaction is highly exothermic. Exothermic ആണ് റിയാക്ഷൻ. ഓക്കെ, നമ്മൾ ആസിഡ് വാട്ടറിനകത്തോട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ ആ ബീക്കർ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് സിവിയർലി ഹോട്ട്. ഭയങ്കര ചൂടായിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്? ദ റിയാക്ഷൻ ഇസ് ഹൈലി എക്സോതെർമിക്. എക്സോതെർമിക് എന്ന് വെച്ചാൽ പുറത്തേക്ക് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. ഓക്കെ, so the answer for that is this. Okay, the acid should be added to water continuously, drop wise with constant stirring, and since the reaction is highly exothermic, and the beaker has to be kept in a container containing cold water. അത് നിർബന്ധമില്ല, ബട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് നിർത്തി ചെയ്യുക. കുറേ നേരം ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒരു ബ്രേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആസിഡ് ഡ്രോപ്പ് വൈസ് ആഡ് ചെയ്യുക, സ്റ്റിർ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ ബീക്കർ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ അനദർ കണ്ടെയ്നർ കണ്ടെയ്നിങ് കോൾഡ് വാട്ടർ. ഓക്കെ, കോൾഡ് വാട്ടർ ഉള്ള വേറൊരു കണ്ടെയ്നറിനകത്തോട്ട് ഈ ബീക്കർ എടുത്ത് വെക്കണം. കാരണം റിയാക്ഷൻ ഹൈലി എക്സോതെർമിക് അല്ലേ. അപ്പം നമ്മൾ ഡ്രോപ്പ് വൈസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല. ഓക്കെ, നമ്മൾ എടുത്ത് ഒഴിക്കരുത്, ഒറ്റയടിക്ക് എടുത്ത് ഒഴിക്കാൻ പാടില്ല. ഓക്കെ, now what is this process called? ഈ പ്രോസസ്സിന്റെ പേരെന്താണ്? It is called
ഡൈല്യൂഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ആസിഡ് വാട്ടറിലേക്ക് ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ, ആസിഡിനകത്തുള്ള H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ? നമ്മൾ ആസിഡ് എടുത്ത് വാട്ടറിലേക്ക് ഒഴിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ഇസ് ഡിക്രീസിങ്. മനസ്സിലായോ? H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദി ആസിഡ് ഇസ് ഗെറ്റിംഗ് ഡൈല്യൂട്ടഡ്. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഡൈല്യൂഷൻ. Is that clear? Now moving on to the next question. Explain how antacid works. How antacid works. Okay, how is antacid working? Antacid എന്ന് വെച്ചാൽ എന്താണ്? ആസിഡിൻ്റെ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആസിഡിൻ്റെ ഇഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് antacid. Okay. So how is antacid working? Antacid neutralizes the acidity. Okay, it neutralizes the acidity. Acidity ne endu cheyum? Neutralize cheyum. Antacid neutralizes acidity. ഇപ്പോൾ നമ്മൾ സ്റ്റമക്കിലൊക്കെ നമുക്ക് ആസിഡിറ്റി വരാറുണ്ട് അല്ലേ? സോ നമ്മൾ പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കാത്തപ്പോൾ വാട്ട് ഹാപ്പൻസ്? യെസ്, the amount of HCl increases inside our stomach. നമ്മുടെ സ്റ്റമക്കിൽ HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. So it will start to accumulate there and the amount starts to increase. So it will lead to acidity and it can cause severe pain and irritation. So what you do is you have to consume an antacid substance. Antacid means a substance which will neutralize the acidity. Okay, നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു antacid ആണ് milk of magnesia. Okay. Now, next question is define olfactory indicators. Name 2 substances which can be used as an olfactory indicators. What is an olfactory indicator? An indicator which will help to identify whether the substance is acid or base based on its smell. അല്ലേ? സ്മെല്ലിൽ ചേഞ്ച് വരുത്തിയിട്ട് നമുക്കൊരു സബ്സ്റ്റൻസിനെ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ olfactory indicator എടുത്ത് ആസിഡിനകത്തും ബേസിനകത്തും ഒക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് മാറും. ഓക്കെ, സ്മെല്ലിനകത്തൊരു ചേഞ്ച് വരും, വേറൊരു സ്മെല്ലാവും. അപ്പോൾ ആ സ്മെല്ല് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ ആ സബ്സ്റ്റൻസ്, നമ്മൾ എടുത്ത സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ബ്ലൈൻഡ് പീപ്പിൾ. ഓക്കെ, ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് യൂസ്ഫുൾ ആണ് ബിക്കോസ് ദേ ക്യാൻ ഐഡൻറ്റിഫൈ ദ സബ്സ്റ്റൻസ് ത്രൂ സ്മെൽ. Okay, and the most commonly used olfactory indicators are vanilla, onion essence, etc. Okay, vanilla നമുക്കറിയാം നല്ല സ്ട്രോങ് ഫ്ലേവർ ആണ്. അപ്പോൾ അത് ആസിഡിലും ബേസിലും ഒഴിക്കുമ്പോഴത്തേക്കും സ്മെല്ല് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഓണിയൻസ് എസൻസും അതേപോലെ തന്നെയാണ്. ഓക്കെ, now moving on to the other question, 5th question. Choose strong acids from the following. അപ്പം മിസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആസിഡ്സ് എഴുതാം. യു ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് വൺ ഇസ് stronger. Now can you identify the strong acids from the following? What is this? This is sulfuric acid, H2SO4. What about this? Carbonic acid, H2CO3. Carbonic acid നമുക്കറിയാം, നമ്മൾ എന്താണ് സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്തൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാർബോണിക് ആസിഡ്. ഓക്കെ, then nitric acid, HNO3. So can you identify the strong acids? Yes, sulfuric acid and nitric acid are strong acids, whereas carbonic acid is a weak acid. Why is it so? Because carbonic acid liberates only a small quantity of H+ per unit volume. യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ ഇവരെ രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാർബോണിക് ആസിഡിൻ്റെ H+ൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുമോ? ഇല്ല, ഇറ്റ് അണ്ടർഗോസ് പാർഷ്യൽ ഡിസോസിയേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ വീക്ക് ആസിഡ്, whereas sulfuric acid and nitric acid undergoes complete dissociation, hence they are strong acids. Is that clear? Now next question is, a white colored powder is used by doctors for supporting fractured bones. അല്ലേ, നമുക്കറിയാം ബോൺസ് ഒക്കെ ഫ്രാക്ചർ ആകുമ്പോൾ ഡോക്ടേഴ്സ് ഒരു വൈറ്റ് കളർ പൗഡർ യൂസ് ചെയ്യും. സോ വാട്ട് ഇസ് ഇറ്റ് സബ്സ്റ്റൻസ്? റൈറ്റ് ദ കെമിക്കൽ നെയിം ആൻഡ് ഫോർമുല ഓഫ് ദ പൗഡർ. വാട്ട് ഇസ് ഇറ്റ് സബ്സ്റ്റൻസ്? പ്ലാസ്റ്റർ ഓഫ് പാരിസ് അല്ലേ. അപ്പം അതിൻ്റെ കെമിക്കൽ നെയിം ആണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഇസ് ദ കെമിക്കൽ നെയിം? കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്.
ഹെമി എന്ന് പറയാനുള്ള റീസൺ ഹാഫ് ആണ് അല്ലേ, വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്, ദാറ്റ് ഇസ് ദ കെമിക്കൽ നെയിം ഓഫ് ദ കോമ്പൗണ്ട്. വാട്ട് ഇസ് ഇറ്റ്സ് ഫോർമുല? CaSO4 point half H2O. Okay, CaSO4 point half H2O is the formula and chemical name is calcium sulfate hemihydrate. Now the subdivision of that is when this white powder is mixed with water, a hard solid mass is obtained. അല്ലേ, ഈ വൈറ്റ് പൗഡറിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാർഡ് സോളിഡ് കിട്ടും. വാട്ട് ഇസ് ദാറ്റ് സബ്സ്റ്റൻസ്? യു ഹാവ് ടു റൈറ്റ് ദ റിയാക്ഷൻ. ഓക്കെ, നമ്മൾ ഐഡന്റിഫൈ ചെയ്തു വൈറ്റ് പൗഡർ എന്ന് പറയുന്ന കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ആണ്. സോ when this substance is mixed with water you get gypsum. ഓക്കെ, ജിപ്സം നമുക്ക് കിട്ടുന്ന വൈറ്റ് സോളിഡ്, റിജിഡ് ആയിട്ടുള്ള സോളിഡ് എന്ന് പറയുന്നത് ജിപ്സം ആണ്. CaSO4.2H2O. ഓക്കെ, so that white powder is plaster of Paris, that is calcium sulfate hemihydrate, and when it is mixed with water you get gypsum. Okay, now next question is explain the action of dilute HCl on the following with chemical equation. First subdivision is magnesium ribbon. Magnesium ribbon ആയിട്ട് HCl എങ്ങനെ റിയാക്ട് ചെയ്യും? ഓക്കെ, dilute HCl എന്നാണ് പറഞ്ഞേക്കുന്നത്. So with magnesium ribbon, how does HCl react? What is the product you get? Magnesium ribbon എന്ന് പറയുന്ന magnesium is a metal. So when metals react with acids, you get salt and hydrogen gas. Yes. So the salt here you get is MgCl2. So it is 2HCl plus hydrogen gas H2. So the product is magnesium chloride as salt along with hydrogen gas. Now next question, how does sodium hydroxide react with dilute HCl? Okay, sodium hydroxide is an alkali, isn't it? Yes. So when it reacts with dilute HCl, this acid plus base. Acid base reaction ആണ്. Acid react with base. So it is known as neutralization reaction. So NaOH reacts with HCl to give sodium chloride plus water H2O. NaCl plus H2O. Okay. So the product you get is sodium chloride, that is a salt along with water. Now next one is crushed eggshells. Okay, crushed eggshells. Crushed eggshells naathu enduണ്ട്? Calcium carbonate ഉണ്ട്. So when calcium carbonate reacts with dilute HCl, calcium carbonate, ഇപ്പോൾ carbonates ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ you get salt, water and carbon dioxide. So the salt you get is calcium chloride, CaCl2 plus water plus carbon dioxide. Okay, CaCl2 is the salt, that is calcium chloride, then you get water along with carbon dioxide. So carbon dioxide gas is evolved there in the reaction. Okay, നമ്മൾ eggshells നന്നായിട്ട് ക്രഷ് ചെയ്ത് അതിനെ ഡൈല്യൂട്ട് HCl-ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ആക്ച്വലി ഇതാണ് നമുക്ക് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും, ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ബ്രിസ്ക് എഫെർവെസൻസ് എന്ന് പറയും. ഓക്കെ, ആ പദം എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് ഓഫ് ദ എവല്യൂഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, നൗ 7th question. It is state reasons for the following. First one is tap water conducts electricity whereas distilled water does not. So what is the reason? നമുക്കറിയാം ടാപ്പ് വാട്ടറിനകത്ത് എന്തുണ്ട്? അത്യാവശ്യം അയൺസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള അയോൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ടാപ്പ് വാട്ടറിനകത്ത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് അയോൺസിനെല്ലാം റിമൂവ് ചെയ്യും. Okay, ionsനെല്ലാം റിമൂവ് ചെയ്യും. So it does not conduct electricity. Now dry HCl gas does not turn blue litmus red whereas dilute HCl acid does. Dilute hydrochloric acid ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും, പക്ഷെ ഡ്രൈ ആയിട്ടുള്ള HCl ഗ്യാസ് ഒരിക്കലും ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കില്ല, ഒരു ചേഞ്ചും അതിനകത്ത് വരത്തില്ല. ബ്ലൂ ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. കാരണം എന്താ? ഡ്രൈ ആയിട്ടുള്ള ഗ്യാസിനകത്ത് ഫ്രീ അയോൺസ് ഇല്ല.
ഓക്കെ, HCl ഗ്യാസ്, ഡ്രൈ ആയിട്ടുള്ള HCl ഗ്യാസ് ഒരിക്കലും ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നില്ല ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് അയോൺസ്. ബട്ട് വെറസ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓർ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആക്കുമ്പോൾ എന്താണ്, നമ്മൾ അതിനെ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആസിഡായിട്ട് ഇരിക്കുമ്പോൾ അതിനകത്തിൽ ഫ്രീ അയോൺസ് ഉണ്ട്. ഓക്കെ, ഫ്രീ അയോൺസ് ഉള്ളത് കൊണ്ടാണ്, അയോൺസിൻ്റെ പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ആസിഡ് സ്റ്റേറ്റിൽ എന്താണ് ബ്ലൂ ലിറ്റ്മസിനെ അത് റെഡായിട്ട് മാറ്റുന്നത്. പക്ഷെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഗ്യാസിനെ എടുക്കുവാണെങ്കിൽ, ഡ്രൈ HCl ഗ്യാസ് എടുത്ത് ബ്ലൂ ലിറ്റ്മസിനകത്ത് കാണിക്കുവാണെങ്കിൽ there will be no change. Now next question is, during summer season a milkman usually adds very small amount of baking soda to fresh milk. കാരണം സമ്മർ സീസണിൽ മിൽക്ക് പെട്ടെന്ന് എന്താണ് കേർഡ് ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, മനസ്സിലായോ? കാരണം സമ്മർ സീസണിൽ നമ്മുടെ ടെമ്പറേച്ചർ ഇച്ചിരി കൂടുതലാണല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദ മിൽക്ക് സഡൻലി ടേൺസ് ടു ലാക്റ്റിക് ആസിഡ്. പെട്ടെന്ന് അതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്തിട്ട് അത് പുളിച്ച് തുടങ്ങും, മിൽക്ക് പുളിക്കും, സോറായി തുടങ്ങും. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു curd. Okay, so to prevent that, a small amount of baking soda is added. So this baking soda will try to neutralize the lactic acid formed there. ആ മിൽക്കിനകത്തുള്ള ലാക്റ്റിക് ആസിഡിനെ എന്ത് ന്യൂട്രലൈസ് ചെയ്യും? ബേക്കിംഗ് സോഡ ന്യൂട്രലൈസ് ചെയ്യും. കാരണം ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ബേസിക് ആണ്. Now next one is, ammonia is a base but does not contain hydroxyl group. അമോണിയ ബേസ് ആണ്, പക്ഷെ അമോണിയക്കകത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. പക്ഷേ അത് H- അയോൺസ്, ഇറ്റ് ഇസ് ഹൈഡ്രൈഡ് അയോൺസ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അമോണിയ ലിബറേറ്റ്സ് ഹൈഡ്രൈഡ് അയോൺസ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി എ ബേസ്. ഓക്കെ, now next question is, write the chemical formula of hydrated copper sulfate and anhydrous copper sulfate. So hydrated copper sulfate means copper sulfate has water molecules in it. So this is the formula of hydrated copper sulfate. Copper sulfate pentahydrate. Anhydrous copper sulfate എന്ന് വെച്ചാൽ എന്താണ്? കോപ്പർ സൾഫേറ്റിനകത്ത് വാട്ടർ മോളിക്യൂൾസ് ഒന്നും ഇല്ല, ഡ്രൈ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റിനാണ് anhydrous copper sulfate എന്ന് പറയുന്നത്. That's, it has the formula CuSO4. Okay. And explain how it is interconvertible. Interconvertible ആണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ anhydrous copper sulfateനെ ഹൈഡ്രസ് ആക്കണമെങ്കിൽ you have to add water to it until it becomes a saturated. ഓക്കെ, കോപ്പർ സൾഫേറ്റിന് കുറച്ച് പൗഡർ എടുക്കുക, അത് വൈറ്റ് കളർ ആയിരിക്കും, വൈറ്റ് പൗഡർ ആയിരിക്കും. അതിനകത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു, ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു, വീണ്ടും വാട്ടർ ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു. ആൻഡ് യു ഹാവ് ടു ആഡ് വാട്ടർ ടിൽ ഇറ്റ് ബിക്കംസ് അൺഡിസോൾവ്ഡ്. ഓക്കെ, അതായത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ ചെയ്ത് പിന്നെയും നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്റ്റേറ്റ് എത്തുമ്പോഴത്തേക്കും കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ചെയ്യത്തില്ല. That means the solution has become saturated. Solution saturated ആകുമ്പോഴാണ് വീണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡിസോൾവ് ചെയ്യാത്തത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു 100 ml വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ നിങ്ങൾ എത്ര ആഡ് ചെയ്താലും ഡിസോൾവ് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് the solution has become saturated. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത്? സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഫോർ കൂളിംഗ്. സോ വെൻ യു കീപ്പ് ഇറ്റ് ഫോർ കൂളിംഗ് യു ക്യാൻ ഫൈൻഡ് ദറ്റ് ആഫ്റ്റർ സം ടൈം യു ക്യാൻ സീ ദ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ്. ഇതിങ്ങനെ ക്രിസ്റ്റൽ ആയിട്ട് ഇരിക്കുന്നതാണ്, ബ്ലൂ ക്രിസ്റ്റൽ, ബ്ലൂ കളറാണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ബ്ലൂ വിട്രിയോൾ. ഓക്കെ, ബ്ലൂ ക്രിസ്റ്റൽസ് ആയിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും, അതാണ് കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ്. അപ്പോൾ നമ്മൾ അൻഹൈഡ്രസ് ആയിട്ടുള്ളതിനെ ഹൈഡ്രസ് ആക്കി മാറ്റി. ഇനി ഇത് തിരിച്ചും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് ഇന്റർ കൺവേർട്ടബിൾ. തിരിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളതിനെ അൻഹൈഡ്രസ് ആക്കാം. എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഹാവ് ടു ഹീറ്റ് ഇറ്റ്. ഇതിനെ ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്? ദ വാട്ടർ മോളിക്യൂൾ ഇവാപറേറ്റ്സ് ആൻഡ് എസ്കേപ്സ് ഔട്ട്. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് anhydrous copper sulfate. Now moving on to the next question. State the chemical properties on which the following uses of baking soda are based. Baking soda as an antacid. Baking soda നമ്മളൊരു antacid ആയിട്ട് എടുക്കുകയാണെങ്കിൽ what is the formula of baking soda? NaHCO3, sodium bicarbonate. ഓക്കെ, അപ്പോൾ antacid ആയിട്ട് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
Since it is basic in nature, the basic സ്വഭാവമുള്ളൊരു കോമ്പൗണ്ട് ആണ്. ബേസിക് ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ ന്യൂട്രലൈസ് ദി അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. Okay, so since it is basic, it neutralizes acidity. That is why it acts as an antacid. Now, as a soda acid fire extinguisher, നമ്മൾ ബേക്കിംഗ് സോഡയെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താ? ബിക്കോസ് ഇറ്റ് ലിബറേറ്റ്സ് കാർബൺ ഡയോക്സൈഡ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് അടിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഫയർ ഉള്ളിടത്ത് നമ്മൾ കൊണ്ടു ചെല്ലുമ്പോൾ ഫയറിൻ്റെ ആ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ ഹീറ്റ് അടിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇറ്റ് ലിബറേറ്റ്സ് കാർബൺ ഡയോക്സൈഡ്. Carbon dioxide liberate ചെയ്യും. So you know that carbon dioxide does not support combustion. Carbon dioxide ഒരിക്കലും combustion support ചെയ്യത്തില്ല. Okay. Now to make bread and cake soft and spongy, അല്ലേ, നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് അതായത് ബേക്കിംഗ് സോഡ കേക്കിലും ബ്രെഡിലും ഒക്കെ ചേർക്കാറുണ്ട് അതിനെ സോഫ്റ്റും സ്പോഞ്ചി ആക്കാൻ വേണ്ടിയിട്ട്. So that is the same reason. On heating, sodium bicarbonate liberates carbon dioxide, and this carbon dioxide makes the bread and cake soft and spongy. Okay. Now, how is tooth decay related to pH? Lower the pH. നമ്മുടെ മൗത്തിൽ pH എത്രത്തോളം ലോവർ ആവുന്നോ അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ ടീത്തിനകത്തുള്ള കാൽഷ്യം ഫോസ്ഫേറ്റ് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമ്മുടെ മൗത്തിനകത്ത് pH ലോവർ ആവുന്നതിൻ്റെ റീസൺ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ആസിഡ് ഇൻ മൗത്ത്. മൗത്തിനകത്ത് ആസിഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആസിഡ് കണ്ടൻറ്റ് കൂടുമ്പോഴത്തേക്കും pH നമുക്കറിയാം കുറഞ്ഞു പോകുന്നത് എന്താ സൂചിപ്പിക്കുന്ന? ആസിഡ് കണ്ടൻറ്റ് കൂടുന്നു. അപ്പോൾ ആസിഡ് കണ്ടൻറ്റ് വരുമ്പോൾ ദിസ് ആസിഡ് വിൽ ട്രൈ ടു കൊറോഡ് or it will try to destroy the calcium phosphate present in your teeth. നമ്മുടെ ടീത്തിലുള്ള കാൽഷ്യം ഫോസ്ഫേറ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് ടൂത്ത് ഡീക്കേ ഉണ്ടാകുന്നത്. Why does bee sting cause pain and irritation? Explain a solution. നമുക്കറിയാം ബീ സ്റ്റിങ്, എന്തെങ്കിലും ഒരു ഇൻസെക്റ്റ് ഒക്കെ നമുക്ക് കടിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര പെയിനും ഇറിറ്റേഷൻ ആയിരിക്കും, എക്സ്പെഷ്യലി ബീസ്. That is, the reason is bee sting contains formic acid or methanoic acid. ബീ നമ്മളെ കുത്തുമ്പോഴത്തേക്കും അത് നമ്മുടെ ബോഡിയിലേക്ക് ഫോമിക് ആസിഡ് അല്ലെങ്കിൽ മെത്തനോയിക് ആസിഡ് ഇൻജെക്റ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് ഫോമിക് ആസിഡ് ഇസ് ആക്ച്വലി കോസിങ് ദ പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. അപ്പോൾ അതിനൊരു റെമഡി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് യു ഹാവ് ടു അപ്ലൈ സംതിങ് ബേസിക് ഓൺ ഇറ്റ്, അല്ലേ? ആ ബീ സ്റ്റിങ് ചെയ്ത ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യുക. യൂഷ്വലി വി അപ്ലൈ ബേക്കിംഗ് സോഡ which is basic in nature, അല്ലേ? ബേക്കിംഗ് സോഡ ബേസിക് സ്വഭാവം ആയതുകൊണ്ട് ആസിഡിനെ എന്ത് പറ്റും? ന്യൂട്രലൈസ് ചെയ്ത് കളയും. ഫോമിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. Okay, so that's all for today's class. Please do watch the video as well as write the notes in your notebook. Try to learn all these questions. Thank you.